ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ കാണുന്ന ഒരു ഇമേജ് ഉപയോഗിച്ച് നമ്മൾ 3ds മാക്സിൽ നമ്മളിത് വീണ്ടും റീമോഡൽ ചെയ്ത് സെയിം ഇതേ ഒരു പാറ്റേൺ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ അതായത് 3ds മാക്സ് ലേൺ ചെയ്യുന്ന പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ഉപകാരപ്രദമായിരിക്കും തോന്നുന്നു. അതിൻ്റെ ചെറിയ ചെറിയ മോഡലിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കിച്ചൻ്റെ ഡ്രോയിങ് ആണ് നമ്മൾ ഈ വരച്ചേക്കുന്നത്. ഇതിൽ നമ്മൾ ഇഞ്ചിലാണ് വരച്ചേക്കുന്നത്. അതിന്റെ മോഡലിംഗ് ആണ്, ലൈറ്റിംഗ് ആണ്, ടെക്സ്ചറിങ് ആണ്, റെൻഡറിങ് ആണ്. ഇതാണ് നമ്മുടെ അതിന്റെ പ്ലാൻ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഈ എലിവേഷൻ എ എന്ന് പറയുന്നത് എ ബി ഡി എ ബി ഡി ഇതിൽ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. എലിവേഷൻ എ ബി ഡി. ഓക്കെ, ഇതിൽ നമ്മൾ ഒരു ചെറിയൊരു അറേഞ്ച്മെന്റ്സ് എടുത്തുമാണ്. ഇതിനെ നമ്മൾ മൂവ് ചെയ്ത് മാറ്റുന്നു, ഇതിനെ ഒന്ന് മൂവ് ചെയ്ത് മാറ്റുന്നു. അതിനുശേഷം നമ്മൾ എലിവേഷൻ ബിയെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ആ എലിവേഷൻ ബി നമ്മൾ ഏത് പൊസിഷനിലാണോ കാണുന്നത് അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ മാറ്റുന്നു. അതുപോലെ എലിവേഷൻ ഡി എവിടെയാണോ നമുക്ക് കാണുന്നത്, ഏത് ഡയറക്ഷനിലാണ് നമുക്ക് കാണുന്നത് ആ ഡയറക്ഷനിലേക്ക് നമ്മൾ ഇത് മാറ്റുന്നു. ഇവിടെ നമ്മളിത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ആക്കണം. കാര്യം ടെക്സ്റ്റും കാര്യങ്ങളും നമുക്ക് എഡിസ് മാക്സിനകത്ത് കിട്ടത്തില്ല. ശേഷം നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളത് ഇതിനെ തന്നെ നമ്മളൊന്ന് മൂവ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഇതിനെ സേവ് ചെയ്യുകയാണ്. ഓക്കെ, കിച്ചൺ 2 സേവ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് 3ds മാക്സ് ഓപ്പൺ ചെയ്യാം. 3ds മാക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 3ds മാക്സിൽ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഓട്ടോക്യാഡിൽ ഏത് സെന്റിമീറ്ററിലാണോ എമ്മിലാണോ ഏതിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അത് നമ്മളിവിടെ ചെക്ക് ചെയ്തിരിക്കണം. അതായത് കസ്റ്റമൈസിൽ പോവുക, യൂണിറ്റ് സെറ്റപ്പ് എടുക്കുക, സിസ്റ്റം യൂണിറ്റ് നിങ്ങൾ ഏതിലാണ് ചെയ്തേക്കുന്നത് അത് ഇവിടെ മാറ്റി കൊടുക്കണം. ഇപ്പം ഞാൻ ഇഞ്ചിലാണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇഞ്ച് കിടക്കുന്നത് ഇവിടെ. ബാക്കി നിങ്ങൾ എമ്മിലാണെങ്കിൽ എമ്മിൽ, സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്ററിൽ, മീറ്ററിലാണെങ്കിൽ മീറ്റർ, ഫീറ്റിലാണെങ്കിൽ ഫീറ്റ്. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ ഏതാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് അത് എനിക്കിപ്പോൾ ഇവിടെ US സ്റ്റാൻഡേർഡ് ഡെസിമൽ ഇഞ്ചസിലാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ മെട്രിക് ആയിരിക്കും വരുന്നത്. ഞാൻ ഇപ്പം ഇഞ്ചസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ വന്നേക്കുന്നത്. അതിനുശേഷം ഫയലിൽ പോകുന്നു, ഇമ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇമ്പോർട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഏതാണോ ഫയലിൻ്റെ പാത്ത് അവിടെ പോയി നമ്മളിതിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫീറ്റിലാണ് വന്നേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ റീസ്കെയിൽ കൊടുത്തിട്ട് ഈ ഫീറ്റ് മാറ്റി നമ്മൾ ഇഞ്ചസിലേക്ക് മാറ്റണം. ഇഞ്ചസിലേക്ക് മാറ്റിയതിന് ശേഷം ഇവിടെ നമ്മൾ ഇത് ഒറ്റ ഒബ്ജക്റ്റിൽ നമുക്ക് കാര്യം അതിനകത്ത് കളറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒറ്റ ഒബ്ജക്റ്റിൽ നമ്മൾ ഇതിനെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇമ്പോർട്ട് കൊടുത്താൽ നമുക്കത് ഇമ്പോർട്ടിലേക്ക് വന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഗ്രിഡ് പോയിന്റിൽ അവിടെ തന്നെയാണ് വന്നേക്കുന്നത്. കാര്യം നമ്മൾ ഓട്ടോകാഡിൽ നമ്മൾ ആ ഗ്രിഡിന്റെ ഏകദേശം അവിടെ തന്നെയാണ് നമ്മൾ ഡ്രോയിങ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ തന്നെ വന്നേക്കുന്നത്. ഇതിനെ നമുക്ക് കറക്റ്റ് സെന്ററിലേക്ക് വരണമെങ്കിൽ ഇതിനെല്ലാം നമ്മളൊന്ന് 0 ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് സെന്ററിലേക്ക് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഗ്രിഡ് പോയിന്റ് ഓഫ് ചെയ്യാൻ വേണ്ടി G പ്രസ് ചെയ്താൽ മതി. G നമ്മൾ ഉപയോഗിച്ച് ഗ്രിഡ് എല്ലാം ഓഫ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഫയലിനെ ഒന്ന് സേവ് ചെയ്യാം. എവിടേക്കാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടേക്ക് നമുക്ക് ഇതിനെ സേവ് ചെയ്യാം. ഇൻടു 3ds മാക്സ് ആ ഫയലിലേക്ക് നമ്മൾ അതിനെ സേവ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഫയലിലേക്ക് അതിനെ സേവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടോപ്പ് വ്യൂവിൽ വന്നതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂവിൽ ഓക്കെ പെർസ്പെക്റ്റീവ് വ്യൂ വന്നതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് റൈറ്റ് ബട്ടൺ പിക്ക് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ട് സ്പ്ലൈനിലേക്ക് മാറ്റണം. സ്പ്ലൈനിലേക്ക് മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ഇത് കാണാം. അതായത് ഇതിന് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വെർട്ടെക്സ്, സെഗ്മെന്റ്, സ്പ്ലൈൻ അതിന്റെ ഓരോ ചിഹ്നങ്ങളാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഈ ഇതിനെ വെർട്ടെക്സിലേക്ക് പിക്ക് ചെയ്യുമ്പോൾ ആ വെർട്ടെക്സ് ഇതായി, സെഗ്മെന്റ് ഇതായി, സ്പ്ലൈൻ ഇതായി. ഇതിന് നമുക്കൊരു ഷോർട്ട് കട്ട് കീ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കീപാഡിലെ നമ്പർ കീ അല്ല, ലെഫ്റ്റ് സൈഡിലെ കീപാഡ് ഉണ്ടല്ലോ മെയിലിൽ വരുന്നത്, അതിൽ നമ്മൾ 1 2 3 പിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ മാറ്റം വരുന്നതാണ്. 1ൽ പിക്ക് ചെയ്തപ്പോൾ വെർട്ടെക്സ് വന്നു, 2ൽ പിക്ക് ചെയ്തപ്പോൾ സെഗ്മെന്റ് വന്നു, 3ൽ പിക്ക് ചെയ്തപ്പോൾ സ്പ്ലൈൻ വന്നു. കാര്യം ഞാൻ ഈ മൗസ് കൊണ്ടൊന്നും ചെയ്യുന്നില്ല, മൗസ് പാഡ് ചെയ്യുന്നുണ്ട്. 1 1 2 ഓക്കെ. അപ്പോൾ ഞാൻ അതിലെ 3 പിക്ക് ചെയ്തതിന് ശേഷം ടോപ്പ് വ്യൂവിൽ വന്ന് ഇതിനെ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഡിറ്റാച്ചിലേക്ക് വന്ന് ഡിറ്റാച്ച് കൊടുക്കുന്നു. ഇവിടെ വരുന്നു, ഡിറ്റാച്ച് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു, ഡിറ്റാച്ച്, ഇതെല്ലാം ഡിറ്റാച്ച് ചെയ്യുക. ഓക്കെ, എല്ലാം ഡിറ്റാച്ച് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ മൂവിങ് ചെയ്യുന്ന ടൂൾ ഇരിക്കുന്നത് നമുക്ക് പലതിൻ്റെയും പല പൊസിഷനിലായിരിക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ കാര്യം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാത്തിൻ്റെയും ഗ്രിഡിൻ്റെ സെൻറ്റർ പോയിന്റ് അതായത് പിവറ്റ് പോയിന്റ് വന്നേക്കുന്നത് നമുക്ക് ആ ഗ്രിഡിൻ്റെ സെൻറ്ററിലാണ്. കാര്യം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ 0 0 0 എന്നുള്ള സെറ്റ് ചെയ്ത് ഇതിലാണ് വന്നേക്കുന്നത്.
ഇതിന്റെ നോക്കുവാണെങ്കിലും അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഇപ്പോൾ സെപ്പറേറ്റ് ഇത് വരണം, പോയിന്റ്സ് വരണം, പിവറ്റ് പോയിന്റ് വരണം. അപ്പം ഇതിലേക്ക് വന്നതിന് ശേഷം ഹയറാർക്കി സെലക്ട് ചെയ്യുക. അതായത് ഈ പാനലിൽ തന്നെ ഹയറാർക്കി എന്ന് പറഞ്ഞ ഈ സിമ്പിൾ ഉണ്ടോ, ഹയറാർക്കി സെലക്ട് ചെയ്യുക. അഫക്റ്റ് പിവറ്റ് ഉള്ളി എന്ന് പറയുന്നതിൽ പിക്ക് ചെയ്യുക. അപ്പം നമുക്കൊരു ഇത് വന്നിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലാണ് നമുക്ക് അഫക്റ്റ് ചെയ്തേക്കുന്ന സാധനം, പിവറ്റ് നമുക്ക് വന്നേക്കുന്നത്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് സെന്റർ ടു ഒബ്ജക്റ്റ്. അപ്പം ഇതെല്ലാം സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആണ്. സെന്റർ ടു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സെന്ററിലേക്ക് നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും സെന്ററിലേക്കായി ഉണ്ടോ. നമുക്കിപ്പോൾ എല്ലാത്തിൻ്റെയും സെന്ററിലേക്ക് വന്നു. എന്നിട്ട് ഈ അഫക്റ്റ് പിവറ്റുള്ള ഇപ്പോൾ ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നുള്ള ഇത് മാറിയിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും സെന്ററിലേക്കായി. ഓക്കെ, എല്ലാത്തിൻ്റെയും സെന്ററിലേക്കായി. ഇതിൽ നമുക്ക് ഈ 3 എണ്ണത്തിനെ മാത്രം നമുക്ക് താഴെ വരണം ഈ പിവറ്റ് പോയിന്റ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ടോപ്പ് വ്യൂവിൽ വരിക. ടോപ്പ് വ്യൂവിൽ വന്നതിന് ശേഷം ഈ ഇത് ഓൺ ചെയ്യുക. അതിനുശേഷം സ്നാപ്പ് ടൂൾ ഓൺ ചെയ്യുക. 2.5 എടുക്കുക അതിൽ. അതിനുശേഷം ഇതിനെ വൈ ആക്സിസിലേക്ക് പിക്ക് ചെയ്തുകൊണ്ട് മൂവ് ചെയ്ത് കൂടെ വെക്കുക. ഇതിനെ നമ്മൾ അതുപോലെ പിക്ക് ചെയ്ത് മൂവ് ചെയ്ത് ഈ ലാസ്റ്റ് പോയിന്റിൽ വെക്കുക, ഓട്ടത്തിൽ വെക്കുക. ഇതേയും പിക്ക് ചെയ്ത് കൂടെ വെക്കുക. അതിന് ശേഷം ഇതങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ആംഗിൾ ടൂൾ ഉണ്ട്, ആംഗിൾ സ്നാപ്പ് ടൂൾ. ഈ ആംഗിൾ സ്നാപ്പ് ടൂളിന്റെ ഷോർട്ട് കട്ട് എ ആണ്. എ പിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ 90ലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പിക്ക് ചെയ്യുക. ഈ പിക്ക് ചെയ്യുമ്പം റൊട്ടേറ്റ് ചെയ്യുന്ന ടൂൾ വരും. സ്നാപ്പ് ടൂൾ നമ്മൾ ഓഫ് ആക്കണം. അതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഒരു വാല്യൂ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്, 5 എന്ന് പറഞ്ഞ് കാണുന്ന വാല്യൂ. 5 എന്ന് പറഞ്ഞ് കാണുമ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 5, 10, 15, 20 അങ്ങനെ ഓരോരോ ഇത് വരും. നമുക്കിവിടെ വാല്യൂ നമ്മളിപ്പം ഡയറക്റ്റ് നമുക്ക് 90ലേക്ക് വേണമെങ്കിൽ നമ്മൾ 90ലേക്ക് കൊടുക്കാം. ഞാൻ 45 ആണ് കൊടുക്കുന്നത്. രണ്ടായിട്ട് നമുക്ക് ഇതാവും. 45, 45 90ലേക്കായി. അടുത്ത നമുക്കിത് 45, 45 90ലേക്കായി. അടുത്ത നമുക്കിത് 45, 45 90ലേക്കായി. ഓക്കെ, അതിനുവേണ്ടിയാണ് നമ്മൾ ഓട്ടോക്യാഡിൽ വെച്ച് ഈ ഒരു സംഭവം നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം എടുക്കുക ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മളിന്ന് സേവ് ചെയ്തേക്കുക. അതിന് ശേഷം ഓഫ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് മോഡലിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഫ്ലോർ വരയ്ക്കാം. ഫ്ലോറിൽ നമുക്ക് ഒരു ഇമേജിൻ്റെ അത് നോക്കാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇമേജ് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വ്യൂ ഇമേജ് ഫയൽ എന്നുണ്ട്. ഈ വ്യൂ ഇമേജ് ഫയലിൽ പോയതിന് ശേഷം നമ്മുടെ ആ ഇമേജ് നമുക്ക് എവിടെയാണോ ഉള്ളത് അത് നമുക്കൊന്ന് സെലക്ട് ചെയ്ത്, ഏത് ഇമേജ് നമ്മുടെ ഇതാണ് നമ്മുടെ ഇമേജ്, ഇതിൽ വരും. ഇതാണ് നമ്മുടെ ഇമേജ്. ഓക്കെ, ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ആക്സസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ല ഇപ്പം എപ്പോഴും നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ആക്കേണ്ടി വരും. ഇത് അതിനെ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വന്നു. ഇതാണ് നമ്മുടെ ഇതിനകത്ത് നമുക്ക് നോക്കും 2x2 ടൈലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ 2x2 ടൈലുള്ള ഒരു ഫ്ലോർ നമുക്ക് ആഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇതിൽ വരുന്നു, അതായത് ഷേപ്സിൽ വന്നതിന് ശേഷം റെക്ടാങ്കിൾ എടുക്കുന്നു. സ്നാപ്പ് ടൂൾ ഓൺ ചെയ്യുക. സ്നാപ്പ് ടു സ്നാപ്പ് ചെയ്യുക. ഇപ്പം നമുക്ക് ഇതിൽ കാണുന്നുണ്ട് നമ്മുടെ പിവറ്റിന്റെ ഗ്രിഡിന്റെ ലൈനിന്റെ കറക്റ്റ് സെന്റർ, മേളിലോട്ടും ഇല്ല താഴോട്ടും ഇല്ല, കറക്റ്റ് ആ പോയിന്റ് തന്നെ നിൽക്കും. അപ്പം നമ്മൾ ഫ്ലോർ എപ്പോഴും നമുക്ക് താഴോട്ടായിരിക്കും. അപ്പം നമ്മൾ എക്സ്ട്രൂഡ് ചെയ്ത് -6 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇതിന്റെ ടോപ്പ്, അതായത് ഫ്ലോറിന്റെ ടോപ്പിൽ നിന്നാണ് നമുക്ക് എല്ലാ ഒബ്ജക്റ്റും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഒബ്ജക്റ്റ് എനിക്ക് വെക്കുക. അപ്പം ഒരു ബോക്സ് ഇപ്പം എനിക്ക് ഇതിൻ്റെ മേളിലേക്ക് വരണം. അപ്പം ഞാനിത് നേരെ വെക്കുമ്പം അതിന്റെ ഇത് ബോട്ടം വരുന്നുണ്ടോ, നമ്മുടെ ഫ്ലോറിന്റെ ലെവലിൽ നിന്ന് കറക്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് അവിടെ 2x2 ടൈൽ വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ചെറിയ ട്രിക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിതിന് നേരെ -5 ആക്കുവാണ്. -5 ആക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈനസിലേക്ക് നമ്മൾ -6 ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. -1 എന്ന് പറയുന്ന വാല്യൂവിലേക്ക് നമ്മളൊന്ന് ഇതിനെ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇച്ചിരി ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പിലായിരിക്കും നമ്മുടെ ടൈൽ ഫിനിഷിങ് വരുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ എഡിറ്റബിൾ പോളി മാറ്റുന്നു. എഡിറ്റബിൾ പോളി ആക്കി മാറ്റിയിട്ട് ഡിറ്റാച്ച് കൊടുക്കണം. ഇവിടെ ഡിറ്റാച്ച് എന്ന ആവശ്യമുണ്ട്. ഈ ഡിറ്റാച്ചിൽ പിക്ക് ചെയ്തിട്ട് ഡിറ്റാച്ച് ആസ് എ ക്ലോൺ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ചെറിയ ഡിറ്റാച്ച് വരും. അതായത് ഈ സെലക്ട് ചെയ്തതിന്റെ മാത്രം നമുക്ക് ഡിറ്റാച്ച് വരുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫ്ലോർ ജനറേറ്റർ എന്ന് പറഞ്ഞ നടപ്പുണ്ട്. ഈ ഫ്ലോർ ജനറേറ്ററിൽ നമുക്ക് എത്രയാണോ വേണ്ടത് 48/48 ആണ് തോന്നുന്നത് കൊടുത്തേക്കുന്നത്. അതിനെ നമ്മൾ ഓഫ് ചെയ്യുന്നു. ഒരു 0.05 കൊടുത്ത് നമ്മുടെ 1 ഇഞ്ചിൽ വന്നിരുന്നു. അപ്പോൾ 0.95 കൊടുക്കുക.
അപ്പോൾ നമുക്കൊരു ഇച്ചിരി കൂടെ കൂട്ടി കൊടുക്കാം. ഇപ്പം നമുക്ക് ഇച്ചിരി കൂട്ടി കൊടുക്കാം, വേണമെങ്കിൽ പിന്നെ നമുക്ക് മാറ്റാം. 0.1 കൊടുക്കുന്നു, ഇവിടെ നമ്മളൊരു 0.9 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നമുക്ക് വീണ്ടും ഒരു ബോക്സിൻ്റെ മേളിലോട്ട് നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ നമുക്കത് മനസ്സിലാവും. ഇതിനെ ഫസ്റ്റ് ഒരു ക്ലേയിലേക്ക് മാറ്റുക, കാരണം നമുക്ക് കാണുമ്പോൾ ഒരു ഇതില്ല. എന്നിട്ട് നമ്മൾ F4 ഓൺ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇതെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ ഇതിൽ നോക്കി എത്ര ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 2 3 ഉണ്ട്, അതായത് ഇത് 24 ആണ്, 48 അല്ല. 24/24 1 2 3 എനിക്ക് 1 2 3 ഉണ്ട്. ഓക്കെ, 24/24 തന്നെയാണ്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേളിൽ ഒരു ബോക്സ് വരച്ചു നോക്കാം, നമ്മുടെ പൊസിഷൻ കാട്ടാണ് അറിയാൻ വേണ്ടിയിട്ട്. ബോക്സ് എടുക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. യെസ്, ഓക്കെ. നമ്മുടെ ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ഫ്ലോറിൽ നിന്ന് മേളിലോട്ട് വരുന്നതല്ല, അതിൻ്റെ ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ടിങ് വരും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ലെയറിലേക്ക് അത് മാറ്റാൻ പോവാണ്. ഇതാണ് നമ്മുടെ ലെയറിൻ്റെ ഒരു ഇത് വരുന്നത്. ലെയറിൻ്റെ ഇതാണ് ടോഗിൾ ലെയർ എക്സ്പ്ലോറർ എന്ന് പറയും. ഇതിൽ നമ്മൾ പിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ വരുന്നത് വേറെ സ്ഥലങ്ങളിലായിരിക്കും. അതായത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ വരും. അപ്പോൾ നിങ്ങൾ അതിനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ നിങ്ങൾ ഡ്രാഗ് ചെയ്യുക, നേരെ ചുമ്മാ ഇവിടെ കൊണ്ടിടുക. ഇവിടെ കൊണ്ടിട്ട് കഴിയുമ്പോൾ ഇതിലേക്ക് ഇടുക. കഴിയുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വരും. അന്നേരം നിങ്ങൾക്ക് ഇപ്പുറത്തായിരിക്കും വരുന്നത്. ഇതിൻ്റെ നേരെ കമാൻഡ് പാനലിനെ നേരെ എടുത്ത് ഇവിടെ ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ഒന്ന് വലിച്ചിങ്ങോട്ട് വെച്ചേക്ക്. അതിന് ശേഷം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിനെയും സെലക്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വരിക. അതിനുശേഷം ഈ പ്ലസ് പോയിന്റ് കാണുന്നുണ്ടോ, ക്രിയേറ്റ് ന്യൂ ലെയർ. ഇതിൽ പിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പുതിയ ലെയർ അവിടെ ക്രിയേറ്റ് ആവും. നമ്മളവിടെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പിക്ക് ചെയ്യുന്നു. ഇതിനെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനൊരു ബോക്സ് ഉണ്ടാക്കണം. ഈ ഒരു ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന ഒരു പോർഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ ഈ ഒരു പോർഷൻ നമുക്ക് മോഡൽ ചെയ്യാം. അതിന് ചെയ്യാൻ പോകുന്നത് ടോപ്പ് വ്യൂവിൽ വരിക. ടോപ്പ് വ്യൂവിൽ വന്നതിന് ശേഷം കമാൻഡ് പാനലിൽ റെക്റ്റാങ്കിൾ എടുക്കുക. റെക്റ്റാങ്കിൾ എടുത്ത് ഇത് നമ്മൾ ഇത് സെലക്ട് വെച്ചേക്കുക. റെക്റ്റാങ്കിൾ എടുക്കുക. റെക്റ്റാങ്കിളിൽ നമ്മൾ ഇതൊന്ന് സെലക്ട് ചെയ്തു. അതിന് ശേഷം നമുക്ക് സ്കേട്ടിങ്ങിൻ്റെ മേളിൽ നിന്നാണ് നമുക്ക് ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ നേരെ എക്സ്ട്രൂഡ് കൊടുക്കുന്നു. എക്സ്ട്രൂഡ് നമ്മൾ 36 വന്നിട്ടുണ്ട്. നമുക്ക് അത്ര നമുക്ക് ആവശ്യമില്ല. വീണ്ടും എഡിറ്റബിൾ പോളി എടുക്കുക. എഡിറ്റബിൾ പോളി എടുത്ത് 2 വെർട്ടെക്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ട് നമ്മൾ ഇത് വെക്കുക. ഇതാണ് നമ്മുടെ സ്ലാബ് വരുന്നത്. സ്ലാബിൻ്റെ താഴെ നമുക്ക് ബോക്സ് വരുന്നത്. ഓക്കെ, ഈ എഡിറ്റബിൾ പോളി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്പ്ലൈൻ നമ്മൾ സെലക്ട് ചെയ്ത പോലെ 1 2 3 4 5 സെലക്ട് ചെയ്തതനുസരിച്ച് നമുക്ക് ഓരോരോ മാറ്റങ്ങൾ ഇതിൽ വരും. അതായത് 1ൽ വെർട്ടെക്സ്, 2 എഡ്ജ്, 3 ബോർഡർ, പോളിഗൺ, എലമെന്റ്, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യാം. പിന്നെ ഇതിനുള്ള ഒരു ഷോർട്ട് കട്ട് എന്നതാണ് Alt 1ൽ പിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. ഇങ്ങനെ ഹൊറിസോണലായിട്ട് വെർട്ടിക്കലായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതിൽ നിന്നിപ്പോൾ നമുക്ക് ഇതൊരെണ്ണം കട്ട് ചെയ്യണം, ഇതൊരെണ്ണം കട്ട് ചെയ്യണം, ഇങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്യണം. ആദ്യം നമ്മൾ ഇതിനെ കട്ട് ചെയ്യുന്നു, പിന്നെ ഇതിനെ കട്ട് ചെയ്യുന്നു, പിന്നെ ഇങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ പോയിന്റിലേക്ക് നമ്മൾ ഇതിനെ നേരെ വലിച്ചിങ്ങോട്ട് വെക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലെല്ലാം യൂസ് ചെയ്യുന്നത് ഷോർട്ട് കട്ട് ആയിരിക്കും. അപ്പം അത് നമുക്ക് മുന്നോട്ട് പോകുന്ന വീഡിയോയിലേക്ക് നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് വ്യൂവിൽ വരുന്നു. ലെഫ്റ്റ് വ്യൂവിൽ വന്നതിന് ശേഷം നമ്മൾ പോളിഗൺ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. 4 ആണ് നമ്പർ. പോളിഗൺ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് നമുക്കിതിനെ വലിച്ച് നമുക്ക് ഇവിടെ വെക്കാം. അപ്പം നമ്മുടെ ഇത് ഇങ്ങോട്ട് മാറി. അതിന് ശേഷം നമ്മൾ വീണ്ടും 4ലേക്ക് വരുന്നു. 4ൽ വന്നതിന് ശേഷം ഡിറ്റാച്ച്, ഇവിടെ കാണുന്ന ഡിറ്റാച്ചിൽ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ഡിറ്റാച്ച് ആസ് എ ക്ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഡിറ്റാച്ച് വരും. അതിനെ നമ്മൾ നേരെ ഒരു ഷെല്ലെന്ന് പറയുന്ന ഓപ്ഷൻ, ഷെല്ലെന്ന് പറയുന്നുണ്ട്. ഷെല്ല് നമുക്ക് തിക്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നമ്മൾ 1.5 ആയിരിക്കും നമുക്ക് വരുന്നത്. 1.5ൽ നമ്മൾ കൊടുക്കുന്നു. വീണ്ടും നമ്മൾ എഡിറ്റബിൾ പോളി വരുന്നു. 4 പിക്ക് ചെയ്യുന്നു, 4 പോളിഗൺ പിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു ഇൻസേർട്ടർ കൊടുക്കുന്നു. ഇൻസേർട്ട് നമ്മളിവിടെ കൊടുക്കുന്നു. ഒരു 0.2 നമ്മൾ ഇൻസേർട്ടിൻ്റെ വാല്യൂ കൊടുക്കുന്നു. അതിന് ശേഷം ലെഫ്റ്റ് വ്യൂ വരുന്നു. ലെഫ്റ്റ് വ്യൂ വന്നതിന് ശേഷം നമ്മൾ ഷിഫ്റ്റ് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഹാൻഡിൽ ഇവിടെ റെഡിയായി. ഓക്കെ, നമ്മൾ ഈ ഹാൻഡിൽ നമ്മളൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അടുത്ത് നമ്മൾ ഹാൻഡിൽ എന്ന് പറഞ്ഞ് നമ്മളൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ ഹൈഡ് ചെയ്യുന്നു. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഈ ഡോർസ് ആണ്. ഡോറിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പോളിഗൺ സെലക്ട് ചെയ്യുന്നു. പോളിഗൺ സെലക്ട് ചെയ്തതിന് ശേഷം ഡിറ്റാച്ച് കൊടുക്കുന്നു. ഡിറ്റാച്ചിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്കൊരു
ഇതിൽ നമുക്ക് എഡ്ജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. രണ്ട് സെലക്ട് ചെയ്യുന്നു. എഡ്ജിൽ മേളത്തെ എഡ്ജും താഴത്തെ എഡ്ജും സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ പിക്ക് ചെയ്ത് താഴത്തെ മേളത്തെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ കണക്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു കണക്ട് ഉണ്ട്. റൈറ്റ് ബട്ടൺ പിക്ക് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഒരു കണക്ട് ഉണ്ട്. ഇവിടെ ഒരു കണക്ട് ഉണ്ട്. ഇവിടെ ഒരു കണക്ട് ഉണ്ട്. ഈ കണക്ട് പിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര ഉണ്ട് നോക്കുക. 1 2 3 ഷട്ടേഴ്സിന്റെ 4 ഷട്ടർ ഉണ്ട്. 3 ഇത് വരും. ഓക്കെ, 1 2 3 1 2 3 കൊടുക്കുക. 3 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു. എലിവേഷനിൽ വരിക. ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അതിന് ശേഷം നമ്മൾ ഇത് തന്നെ വെച്ചുകൊണ്ട് നമ്മൾ ചാംഫറിൽ പിക്ക് ചെയ്യുക. ചാംഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ പിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ചെറിയൊരു സംഖ്യ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വ്യത്യാസം വരുന്നത് ഇതുണ്ടോ. ഇതാണ് ഇങ്ങോട്ട് 0.5 ഇങ്ങോട്ട് 0.5. അതായത് നോക്കിക്കാണും 0.05 അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. ഇത് ടിക്ക് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത് നേരെ കട്ടായി പോകും. കട്ടായി പോയ ശേഷം ഇത് കണ്ടോണം. ഇതുണ്ടോ, കട്ടായി പോയിട്ടുണ്ട്. ഇത് എന്നിട്ട് ടിക്ക് ഓൺ ചെയ്യുക. അതിന് ശേഷം വീണ്ടും നമ്മളൊരു ഷെൽ മോഡിഫയർ ഉപയോഗിക്കുന്നു. നമ്മുടെ അതിനകത്ത് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡിഫയർ ആണ് ഈ ഷെൽ മോഡിഫയർ. അതിന് ശേഷം നമ്മൾ വീണ്ടും എഡിറ്റബിൾ പോളി വരുന്നു. ഒരു മേളിലോട്ട് നമുക്കൊരു ശകല ഹൈറ്റ് ഇങ്ങനെ പൊക്കി വെക്കുന്നു. നമ്മുടെ കൈ ഇട്ട് നമുക്ക് ആ ഡോർ ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇതിനെ നമ്മൾ നേരെ ലെയറിലേക്ക് ആഡ് ചെയ്യുന്നു. ബോട്ടം യൂണിറ്റ് ബോക്സ് 1. ഓക്കെ, ഇതിനെ നമ്മൾ ഹൈഡ് ചെയ്യുന്നു. സോറി, ഇത് ചെയ്യുന്നു, ഹൈഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിനെ ഫുള്ള് അൺഹൈഡ് ചെയ്യണമെങ്കിൽ അൺഹൈഡ് ഓൾ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഇതിൽ നമ്മൾ കേസ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് അത്രയും വരും. ഓക്കെ, അതിപ്പോൾ നമുക്ക് ഓക്കെ, അടുത്ത നമുക്ക് ഈ പോർഷൻ മോഡൽ ചെയ്യാം. ടോപ്പ് വ്യൂയിൽ വരിക, റെക്ടാങ്കിൾ എടുക്കുക, ഇവിടെ നമ്മൾ ഇവിടം വരെ വരച്ചു കൊടുക്കുന്നു. അതിന് ശേഷം ഇതിൻ്റെ മേളിലോട്ട് വെച്ചു, സ്കേർട്ടിങ്ങിൻ്റെ മേളിൽ വെച്ചു. വീണ്ടും ഒരു എക്സ്ട്രൂഡ് കൊടുക്കുന്നു. 36 വന്നു. നമുക്ക് എവിടം വരെ വേണോ അവിടേക്ക് നമ്മൾ ഇതിനെ വലിച്ചു വെക്കുന്നു. ഓക്കെ, അതിന് ശേഷം Alt 1 പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. 1 2 3 കട്ടിങ് ഇങ്ങനെ കൊടുക്കുന്നു. അതിന് ശേഷം ഇതിൻ്റെ ഒരു എലിവേഷനിലേക്ക് വരുന്നു. ഇവിടെ ഒരു ഹാൻഡിലിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, അടുത്ത് ഇവിടെ ഒരെണ്ണമുണ്ട്. അതിനുശേഷം ഹൊറിസോണ്ടലായിട്ട് നമ്മുടെ ഹാൻഡിലിന് വേണ്ടിയിട്ടുള്ളത് ഇവിടെയും വെച്ചു. ഇനി നമുക്കിത് നേരെ ഇതിൻ്റെ നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു എക്സ്ട്രൂഡ് കൊടുക്കുന്നു, ഒരു -1.5 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു മേളിലൊരു ചെറിയൊരു ഇതുപോലെ കാണുന്നുണ്ടല്ലോ. എന്ത് ചെയ്യേണ്ട നമ്മളത് ജസ്റ്റ് അതിനെ ഒന്ന് പിക്ക് ചെയ്യുക, ജസ്റ്റ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് മേളിലേക്ക് പൊക്കിയാൽ മതി, അത് പൊക്കോളൂ. അതിന് ശേഷം വീണ്ടും 4ലേക്ക് വരുന്നു, ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു, ഡിറ്റാച്ച് കൊടുക്കുന്നു, ക്ലോൺ ആക്കണം. അതിന് ശേഷം ഇതിനെ നമ്മൾ ഷെൽ മോഡിഫയർ അപ്ലൈ ചെയ്യുന്നു, 1.5 വരുന്നു. വീണ്ടും എഡിറ്റബിൾ പോളിയിലേക്ക് വന്നതിന് ശേഷം പോളിഗൺ സെലക്ട് ചെയ്യുന്നു. പോളിഗൺ ഇത് രണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് കൊടുക്കുന്നു, ഒരു 0.2 വാല്യൂ നമ്മൾ കൊടുക്കുന്നു. അതിന് ശേഷം വീണ്ടും അത് എക്സ്ട്രൂഡ് കൊടുക്കുന്നു, ഒരു 1 കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്യുക, ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്യുക, കണക്ട് കൊടുക്കുക. രണ്ട് കണക്റ്റിൻ്റെ ഇത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഒരു കണക്റ്റിംഗ് ലൈൻ ഇവിടെയും ഒരു ലൈൻ ഇവിടെയും വെച്ച് കൊടുക്കുന്നു. അതിന് ശേഷം വീണ്ടും നമ്മൾ പോളിഗണിൽ വരുന്നു, എക്സ്ട്രൂഡ് കൊടുക്കുന്നു, ആയി, നമ്മൾ ഡിറ്റാച്ച് കൊടുക്കുന്നു, ആയി. അതിന് ശേഷം ഡിറ്റാച്ച് ചെയ്ത പോർഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഷെല്ല് കൊടുക്കുന്നു, 1.5 വന്നു. എഡിറ്റബിൾ പോളി എടുക്കുക, പിന്നെ നമ്മൾ പോളിഗണിൽ പോവുക, 4 എടുക്കുക, ഇൻസേർട്ട് കൊടുക്കുക, 0.2 കൊടുക്കുക, പിന്നെ നമ്മളൊരു എക്സ്ട്രൂഡ് കൊടുക്കുക, -1 എൻ്റർ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്കിതിനെ ഹാൻഡിലിലേക്ക് നമുക്കിതിനെ ഡ്രാഗ് ചെയ്ത് ഹാൻഡിലിലേക്ക് ഇടാം. ഓക്കെ, ഹാൻഡിലെല്ലാം ഇപ്പം നമുക്ക് ഹൈഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡോർ നോക്കാം. ഇവിടെ ഒരു 1 2 3 ഡോർ ഉണ്ട്. ഇതിലേക്ക് വരിക, ഇത് ഹോൾഡ് ചെയ്യുക, നമ്മുടെ ഡിറ്റാച്ച് കൊടുക്കുക,
ഓക്കെ. എന്നിട്ട് മേളിലും താഴെയും സെലക്ട് ചെയ്തതിന് ശേഷം കണക്ട് കൊടുക്കുക. 1 2 രണ്ടെണ്ണം ഉണ്ട്, 2 പാർട്ടീഷൻ ഉണ്ട്, 2 പാർട്ടീഷൻ അവിടെ കൊടുത്തു. അതിന് ശേഷം ഇവിടേക്കും വരിക, ഇതും സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ഡിറ്റാച്ച് കൊടുക്കുന്നു. അതിന് ശേഷം മേളിലും താഴെയും സെലക്ട് ചെയ്യുന്നു. നമുക്ക് എത്ര ഉണ്ട് നോക്കാം. 1 2 ഉണ്ട് അവിടെ, 1 2 ഇവിടെയും കൊടുക്കുന്നു. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ സെലക്ട് ചെയ്യുന്നു, ഇതിന്റെ എഡ്ജും സെലക്ട് ചെയ്തതിന് ശേഷം ചാംഫർ മോഡിഫയർ അപ്ലൈ ചെയ്യുന്നു. നമുക്കൊരു 0.05 കൊടുക്കാം. അതിന് ശേഷം ഇത് നമുക്ക് ടിക്ക് ഓൺ ചെയ്യാം. ടിക്ക് ഓൺ ചെയ്യാൻ്റെ അതിന് ശേഷം ഇവിടെയും വരിക, സെലക്ട് ചെയ്തു, ചാംഫർ മോഡിഫയർ കൊടുക്കുന്നു, 0.05 കൊടുക്കുന്നു, ടിക്ക് ഓൺ ചെയ്യുന്നു. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഷെല്ല് കൊടുക്കാം. 0.7 ഇത് നമ്മളൊരു ഷെല്ല് കൊടുക്കുന്നു. 0.7. ഇവിടെ നമുക്കൊരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് ഇല്ല. അത് നമുക്ക് ടോപ്പിൽ വരിക, ടോപ്പിൽ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഇങ്ങോട്ട് കൊടുക്കുക. 0.05 0.05 ഇങ്ങോട്ടും പൊളി 0.05. ഇപ്പൊ നമുക്ക് അവിടെ നമുക്ക് ഗ്യാപ്പായി. അങ്ങനെ ഇവിടുത്തെ ഇതും കഴിഞ്ഞു. നമ്മൾ ഇതിനെ ഓൺ ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ഇത് തമ്മിലൊന്ന് കണക്ട് ചെയ്യണം. അതൊന്നുമില്ല, ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു വെർട്ടെക്സ് വലിച്ച് നേരെ ഇങ്ങോട്ടങ്ങ് വെച്ചാൽ മതി. അപ്പോൾ അത് തമ്മിൽ കണക്ട് ആയി. ഇനി അൺഹൈഡ് ഓൾ കൊടുത്തതിന് ശേഷം നമുക്കിപ്പം ഇങ്ങനെ എൽ ഷേപ്പിൽ ഒരു സ്ലാബ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേളിലത്തെ ആ സ്ലാബ് കൂടെ നമുക്കൊന്ന് വരച്ചെടുക്കാം. മാപ്പ് ഓൺ ചെയ്ത് ലൈൻ എടുത്താണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതിനെ നമ്മളൊരു കോർണറാക്കി വിടുന്നു. നമുക്ക് ഇത് കട്ടാണ് ചെയ്യേണ്ടത് നമുക്ക് ഈ സ്ലാബിനകത്ത്. അപ്പം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റാർട്ട് ന്യൂ ഷേപ്പ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ടിക്ക് ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു റെക്ടാങ്കിൾ എടുത്തതിന് ശേഷം ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക, ഇവിടെ ഒരു ലൈൻ. ഇപ്പം ഇത് ഓൾറെഡി ഇതുമായിട്ട് അറ്റാച്ച് ആയി, മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇത് ഒരെണ്ണം വരച്ചു, വീണ്ടും ഒരെണ്ണം ഇവിടെ വരച്ചു, ഒരെണ്ണം ഇവിടെ വരച്ചു. ഇപ്പം ഇത് മൂന്ന് ലൈനായിട്ട് കിടക്കുന്നത്. അതായത് ഉണ്ടോ, ഇത് ഒരു സെലക്ഷൻ, ഇതൊരു സെലക്ഷൻ, ഇതൊരു സെലക്ഷൻ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ വന്നതിന് ശേഷം ഇതിൽ നമുക്ക് അറ്റാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ രണ്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു ടോപ്പിൽ വരണം. ടോപ്പിൽ വന്നിട്ട് എല്ലാം ഒരു ലെവലിലാണോ നോക്കണം. ഒരു ഫ്രണ്ട് റിവ്യൂയിലോ വന്നിട്ട് ഏതെങ്കിലും ഒരു വ്യൂ വന്നിട്ട് എല്ലാം ഒരേ ലെവലിലാണോ നോക്കുക. എന്നിട്ട് ഒരു എക്സ്ട്രൂഡ് കൊടുക്കുക. നമുക്ക് അവിടെ ഒരു 1.5 ആയിരിക്കും തോന്നുന്നു. നമുക്ക് എത്ര ഉണ്ടെന്ന് അവിടെ. അതിന് ശേഷം ഇതിനെ ഒരു ലെയറിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. ഇതിന് നമുക്ക് കിച്ചൺ സ്ലാബ് എന്ന് കൊടുക്കാം. കിച്ചൺ സ്ലാബ് എന്ന് പറഞ്ഞു കൊടുത്ത് അതിന് ശേഷം നമ്മൾ ഇതിനെ ഇവിടുന്ന് ഇത് ഈ ഒരു ടോപ്പ് വ്യൂവിൽ കൊണ്ടുവെക്കുന്നു. രണ്ടിൽ നമ്മൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ. ഇനി നമ്മൾ ഇതിന് ഈ സ്ലാബിന് നമുക്കൊരു ചെറിയ പ്രൊജക്ഷൻ കൊടുക്കണം. അത് നമുക്ക് ഏതെങ്കിലും ഒരു വ്യൂ നമുക്ക് നോക്കി ഈ ഒരു വ്യൂ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാം. നോക്കണം നമ്മുടെ ശരിക്കും സ്ലാബിന്റെ വ്യൂ പ്രൊജക്ഷൻ നമുക്ക് ഇവിടെ ആണ് വരണ്ടേ. അപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തു, ഇവിടെ വെക്കുന്നു. അത് എത്ര ഇവിടെ നോക്കുന്നത് എക്സ് ആക്സിലേക്ക് 1.5 കൊടുത്ത് നോക്കാം. 1.5 ആണ് പ്രൊജക്ഷൻ. അപ്പം അതേപോലെ നമുക്ക് ഇവിടെയും ആ പ്രൊജക്ഷൻ കൊടുക്കണം. ഒരു ലൈനിൽ -1.5. അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് Alt 1 പിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ലൈൻ കൊടുക്കുക, ഇവിടെ ഒരു ലൈൻ കൊടുക്കുക. ഇതിലും നമ്മൾ ഇതേ ഈ ബോക്സിൽ വരിക, Alt 1 പിക്ക് ചെയ്ത് ഇവിടെ ഒരു ലൈൻ കൊടുക്കുക, ഇവിടെ ഒരു ലൈൻ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ബോക്സ് രണ്ടും മാത്രം നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ലൈൻസ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഒന്ന് ഇവിടെ നമുക്ക് 2 ലൈൻ ഉണ്ട്, ഇവിടെ നമുക്ക് ലൈൻ ഉണ്ട്. ഇതിൽ നമ്മൾ ഈ 2 ലൈനും നമ്മൾ സെലക്ട് ചെയ്യുകയാണ്.
അതിനുശേഷം കണക്ട് എടുക്കുന്നു, ഒരു 2 ലൈൻ കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെയും വരുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു, 2 ലൈൻ നമുക്ക് ഇവിടെയും കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ചുമ്മാ ഒന്ന് ഇതാവുന്നുണ്ടോ, നമുക്ക് കട്ട് ആവുന്നുണ്ടോ, അത്രയും പോർഷൻ കട്ടായി പോകും. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് നമ്മൾ താഴെ ഡ്രാഗ് ചെയ്ത് വെച്ചാൽ ഇവിടെ നോക്കാം നമുക്കൊന്നത്. ഷിഫ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പോൾ കട്ടായി പോകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ എക്സാക്റ്റ് നമുക്കൊന്ന് പൊസിഷൻ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ടോപ്പ് വ്യൂയിൽ വന്നതിന് ശേഷം ഓക്കെ, ഇതിന്റെ പൊസിഷൻ നമുക്കൊന്ന് ഇച്ചിരി ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. കാരണം ഇവിടെ വരും. അടുത്ത ഇതിൻ്റെത് ഒരു പൊസിഷൻ അതിന് ശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് നമ്മൾ നേരെ ആയിട്ട് വലിക്കുന്നു. ഫുൾ കട്ടൗട്ടായി. ഇത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് നേരെ ആയിട്ട് വലിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ ബോട്ടം യൂണിറ്റ് നമുക്ക് മോഡലായിട്ടുണ്ട്. ഈ മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സേവ് ചെയ്ത് വിടുന്നത് നല്ലതായിരിക്കും. കൺട്രോളേഴ്സ് ചുമ്മാ പ്രസ് ചെയ്ത് വിട്ടാൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രാഷ് വല്ലതും 3ds Maxന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതൊക്കെ ചിലപ്പോൾ വേസ്റ്റ് ആയി പോകും. ചിലപ്പോൾ നമുക്ക് ബാക്കപ്പ് കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ മാക്സിമം എപ്പോഴും സേവ് ചെയ്യാൻ വേണ്ടി നോക്കുക. അടുത്ത പാർട്ടിൽ നമുക്ക് ഇതിന്റെ ഓവർഹെഡ് യൂണിറ്റിന്റെയും ഈ ലെഫ്റ്റ് സൈഡിലെ ടോൾ യൂണിറ്റും റെഫ്രിജറേറ്ററും അതിന്റെ എല്ലാം നമുക്ക് മോഡൽ ചെയ്യാം. സീലിംഗിന്റെ വാള് അതെല്ലാം നമുക്ക് മോഡൽ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഒരുപാട് ലെങ്തി വീഡിയോ ആയി പോകും. അപ്പം ഞാൻ ഇതിന്റെ കൂടെ CAD ഡ്രോയിങ് അറ്റാച്ച് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് ചെയ്തു നോക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.